ദുബൈയിൽ 8 മണിക്കൂർ തുടർച്ചയായി 4 കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു സംഘത്തെ പരിചയപ്പെടാം. അതിൽ 3 പേർ മലയാളികൾ, ഒരാൾ തമിഴ്നാട് സ്വദേശി. ഈ റെക്കോർഡിട്ട 4 പേരും വ്യത്യസ്ത പ്രായക്കാരാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് സജിൻ ഗംഗാധരൻ. ഞാൻ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ നിന്ന്. ഓക്കെ, ഏത് സ്പോർട്സിലാണ്? ഞങ്ങൾ സൈക്ലിംഗ് ആണ് പ്രൈമറിലി. DX പീരിയഡ് സൈക്ലിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. എൻ്റെ പേര് ഫഹദ്. ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ്. പിന്നെ മെയിൻ സ്പോർട്സ് ഡെഡ് ബൈക്ക് റേസിംഗ് ആണ്. പിന്നെ സൈക്ലിംഗ്, സ്കേറ്റിംഗ്, ഹോഴ്സ് റൈഡിങ്, എല്ലാ സ്പോർട്സും ഉണ്ട് ഒരുവിധം. என் பேர் மெய்யப்பன். நான் மதுரையிலேருந்து வர்றேன். மை ஸ்போர்ட் இஸ் இன் கிரிக்கெட், பேட்மிண்டன், പാഡൽ. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്. ഞാൻ കണ്ണൂർ പയ്യന്നൂരാണ്. മെയിൻലി ലൈക്ക് പാഡൽ, ടെന്നീസ്, സൈക്ലിംഗ്, റണ്ണിങ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ റെഗുലറായിട്ട് പോകാറുണ്ട്. റെക്കോർഡ് നേട്ടത്തിനായിട്ട് 4 സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? സൈക്ലിംഗ്, ബാഡ്മിൻ്റൺ, റണ്ണിങ്, പാഡൽ. ഈ 4 സ്പോർട്സാണ് നമ്മൾ സെലക്ട് ചെയ്ത്. പ്രൈമറി സൈക്ലിംഗ് എന്തായാലും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പാഡൽ ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയതുകൊണ്ട് അത് ചെയ്യണമെന്നുണ്ട്. ബാഡ്മിൻ്റൺ ഓക്കെ, റണ്ണിങ് വർക്കിംഗ്. അപ്പോൾ പക്ഷേ എന്ന് വെച്ചാൽ 4 പേരും എല്ലാത്തിലും എക്സ്പേർട്ട് അല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ റണ്ണിങ്ങിൽ വീക്കാണ്. നമ്മളെ ഫഹദ് പാഡലിൽ കളിച്ചിട്ടില്ല, ഒരാൾ ബാഡ്മിൻ്റൺ. അപ്പോൾ മെയിൻ ചാലഞ്ച് പറഞ്ഞാൽ ഇവർ 4 പേരെയും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കളിപ്പിക്കുക എന്നതാണ് എൻ്റെ മെയിൻ ചാലഞ്ച്. ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ഈവൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. റണ്ണിങ് ആണ്, സൈക്കിളാണെങ്കിലും ഒരു 4-5 കൊല്ലം കുറേ മെഡൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ലത്തീഫൊക്കെ പറഞ്ഞു, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മളിവിടുന്ന് പോകുമ്പോൾ വി ഹാവ് ടു കീപ്പ് എ മാർക്ക്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 4 സ്പോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതൊരു യുണീക്ക് റെക്കോർഡാണെന്ന്, ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന്. എന്തായിരുന്നു ഇതിലെ ഏറ്റവും വലിയ ചാലഞ്ച്? എനിക്കെപ്പോഴും ഏറ്റവും വലിയ ചാലഞ്ച് പാഡലിംഗ് തന്നെയായിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് വീക്കിലി ഡെയിലി ലൈക്ക് 1 hour 2 hour ഡെയിലി പ്രാക്ടീസ് ആയിരുന്നു പാഡലിംഗ്. പിന്നെ ബാഡ്മിൻ്റൺ ആൻഡ് സൈക്ലിംഗ് ആൻഡ് റണ്ണിങ് ഞാൻ ഓൾറെഡി ചെയ്യുന്നതാണ്. പിന്നെ കുഴപ്പമുണ്ടായില്ല, വേറെ അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഇതൊന്നും ഒന്നുണ്ടായിരുന്നു. യങ്ങസ്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു? യങ്ങസ്റ്റ് ആയതുകൊണ്ട് ബുദ്ധിമുട്ട് ഇല്ല, ഇതുണ്ടായിട്ടില്ല. മറ്റുള്ളവർക്കായിരുന്നു ബുദ്ധിമുട്ട്. അവരെല്ലാവരും മനസ്സുകൊണ്ട് യങ്ങാണ്, അത് കാരണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരോട് കൂടി പിടിച്ചു നിൽക്കുന്നത്? The sport was something which we enjoy, but the biggest challenge was venturing into an unknown sport. Okay. For me, cycling was unknown. I was not much into cycling. These guys are hardcore bike riders, so that was a bit of a challenge for me. More than everything, I feel the logistics was the biggest challenge. I think that hats off to Sajin. He decided the course, where we have to start the cycling, the timing, everything was perfectly organized by Sajin. Thanks to him. And the idea was conceived by Latif, so hats off to him. We enjoyed this sport thoroughly. ഞാനിപ്പം ആദ്യം ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാഡലിൽ വന്നു, ടെന്നീസ് കളിക്കാൻ പോകും, ഓടാൻ പോകും. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുമ്പം എവിടെയെങ്കിലും നമ്മളൊരു ഫുട് പ്രിൻ്റ് ഉണ്ടാകണം എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം. അതൊന്നും ഞാൻ ഇപ്പം സജിൻ ഭായ് നമ്മുടെ DX റൈഡേഴ്സിൻ്റെ ചെയർമാൻ, പുള്ളിയെടുത്ത് എപ്പോഴും ഞാൻ ഷെയർ ചെയ്യായിരുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യണം സംതിങ്. അതിവിടെ ഒരു റെക്കോർഡ് ഇവിടെ സൃഷ്ടിച്ച് കാണിക്കാനോ ഇതിനു വേണ്ടിയിട്ടല്ല. നമ്മളൊരു ഫുട് പ്രിൻ്റ് അത് നമ്മൾ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് ഇൻസ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ്. അതായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻ. അങ്ങനെ നമ്മൾ പല റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ്, എല്ലാവരും ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി എവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്താണ് ഞങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇപ്പം വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഇതൊക്കെ ഇപ്പം ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ജബീൽ സ്പോർട്സ് അവിടെയായിരുന്നു ഇതിൻ്റെ എല്ലാം പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ ഫുൾ പ്ലാനിങ് ചെയ്തത് സജിൻ ഭായി ആയിരുന്നു. ലോജിസ്റ്റിക് പാർട്ട് മച്ച് വൺ ദാറ്റ് ലൈക്ക് അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു നമുക്ക്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ 8 മണിക്കൂർ ചെയ്തു. ഇനിയിപ്പോൾ ഫഹദ് പറയുകയാണെങ്കിൽ നമുക്കൊരു 12 മണിക്കൂർ 24 മണിക്കൂറോ ഇനിയും കുറച്ച് സ്പോർട്സ് കൂട്ടിയാലോ എന്ന്. അപ്പോൾ വേറെയും സ്പോർട്സ് പഠിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതേ സെയിം റെക്കോർഡ് തന്നെ കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് കുറച്ചൊരു മൾട്ടിപ്പിൾ മേ ബി 8 സ്പോർട്സോ 10 സ്പോർട്സോ, അപ്പോൾ അത് സ്വിമ്മിങ്ങോ അങ്ങനെ ചെയ്തിട്ട് അത് അങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാനിപ്പോൾ സൈക്ലിങ്ങിലത്തെ
മിക്കവാറും എല്ലാ റേസിംഗിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, മെഡൽ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സൈക്ലിങ്ങിനാണ് മെയിൻ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഫീൽഡുണ്ട്, ഓൾറെഡി കഴിവ് തെളിയിച്ചവരാണ്. ഇവിടുത്തെ എല്ലാ സ്പോർട്സ് ഈവൻറ്റ്സിലും ഞങ്ങൾ മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഫഹദിൻ്റെ മുഖം പരിചയമില്ലെങ്കിലും ഫഹദിൻ്റെ ആക്ടിവിറ്റി ഇവിടെ പലർക്കും പരിചയം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതെന്താണെന്നൊന്ന് പറഞ്ഞു. എൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ലൈക്ക് ഡേർട്ട് ബൈക്കാണ് മെയിൻലി. ഞാൻ ഒരുപാട് ഇവിടെ പോഡിയം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ റണ്ണിങ്, സൈക്ലിംഗ്, സ്ലാക്ക് ലൈനിങ്, പിന്നെ കാലസ്റ്റിക്സ്, പിന്നെ ഒരുപാടുണ്ട്. ഈ പരസ്യങ്ങളിലൊക്കെ വരുന്ന സൈക്കിൾ അഭ്യാസം. അതെ അതെ, സൈക്കിൾ അഭ്യാസങ്ങളല്ല, നമ്മളിവിടെ ഒരുപാട് ഹോണ്ട അതുപോലെ ഒരുപാട് ബൈക്സിൻ്റെ ആഡ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് അഭിനയമല്ല, അഭിനയം വേറെ ആളുകളായിരിക്കും. പിന്നെ അതന്നെ മെയിൻ. More than my achievement, I think I am proud of my son's achievement. He was part of UAE national team. Okay. He took a World Cup hat-trick. He's the 5th bowler in the world to take World Cup hat-trick. So that was a great achievement. You can mention his name too. Oh, sure. Karthik Mayappan is my son's name. He is now in Chennai. എൻ്റെ മോൻ ചെറുതുള്ള സമയത്ത് അവനെ സ്പോർട്സിന് കൊണ്ടുപോയി. അവിടെ നിന്നായിരുന്നു പിന്നെ ഞാൻ ഓരോ ആൾക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ക്രിക്കറ്റിലോട്ടും, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതിനൊക്കെ കാരണം എൻ്റെ മക്കളായിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പിന്നെ മോനെ സ്പോർട്സിന് കൊണ്ടുവന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ റെഗുലറായിട്ട് സ്പോർട്സിന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 8, 9, 10 വർഷമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ 6 o'clock ശേഷം ഉറങ്ങിയിട്ടുണ്ടാവും. രണ്ടാമത്തെ മോന് ആക്ടിങ്ങിലായിരുന്നു. അവനുമായിട്ട് ഞാൻ അതേപോലെ സിനിമ എൻ്റെ പിന്നെ അവനൊരു 4-5 മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവനുമായിട്ട് പല ഷൂട്ടിങ്ങിനും പോയി. അവസാനം ഞാനും ഒരു ആക്ടറായി. അപ്പോൾ ഈ 2 മക്കൾ കാരണമാണ് ഞാൻ സ്പോർട്സിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ ഈ 2 ഏരിയയിലും ഞാൻ ഫോക്കസ്ഡായി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഷെയ്ഖ് സായിദ് റോഡിൽ എല്ലാ കൊല്ലം നടക്കുന്ന സൈക്ലിംഗ് ദുബായ് റൈഡിനെ കുറിച്ച് അറിയാമല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പാണ് DX റൈഡേഴ്സ്. അപ്പോൾ ഈ എല്ലാവരും ഇട്ടിരിക്കുന്ന ചുവന്ന ജേഴ്സിയാണ് ഞങ്ങളുടെ മെയിൻ. എല്ലാ കൊല്ലവും ഷെയ്ഖ് ഫസ നോട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സൈക്ലിംഗ് ഗ്രൂപ്പാണ്. കാരണം ഒരുമിച്ച് ഒരു 350 പേര് പോകുമ്പോൾ ഡ്രോണിലും ഹെലികോപ്റ്ററിലൊക്കെ കാണുന്നത് റെഡ് കളർ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ദുബായ് റൈഡിൽ DX റൈഡേഴ്സ് ഒരു ശക്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ പുതിയ റെക്കോർഡിനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകളിലൂടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ആഴ്ച